Exercise 5, solve this word problem in your notebook. ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ മാത്സിലെ ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ജസ്റ്റ് സോൾവ് ചെയ്യാനേ ഉള്ളൂ. ഇതിൽ തന്നത് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് ഇതിൽ ഒരു സിറ്റുവേഷനാണ് തന്നത്, ഒരു സാഹചര്യം, ശരിക്കുള്ളൊരു സിറ്റുവേഷൻ പോലെ തരും. എന്നിട്ട് അതിനെ മാത്സ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ കൈറ്റ് സെല്ലർ ഹാസ് 345 kites. ഒരു പട്ടം വിൽക്കുന്ന ആളടുത്ത് 345 പട്ടങ്ങളുണ്ട്. എ കസ്റ്റമർ ബൗട്ട് 185 kite ഫോർ ഹിസ് കൈറ്റ് ക്ലബ്. കൈറ്റ് ക്ലബിലേക്ക് ഒരു കസ്റ്റമർ 185 കൈറ്റ് വാങ്ങി. ഹൗ മെനി കൈറ്റ്സ് ആർ ലെഫ്റ്റ് വിത്ത് ദ കൈറ്റ് സെല്ലർ? ഇനി എത്ര ബാക്കിയുണ്ട്? കൈറ്റ് സെല്ലറിൻ്റെ അടുത്ത് ഇനി എത്ര ബാക്കിയുണ്ട്? ഇതെങ്ങനെ ഒരു മാത്സ് പ്രോബ്ലം ആക്കി മാറ്റും? അയാളടുത്ത് ഓൾറെഡി കൈറ്റ് സെല്ലറിൻ്റെ അടുത്ത് ഉള്ളത് 345 കൈറ്റാണ്. അപ്പോൾ 345 ഇവിടെ ഇതാ. എത്ര കസ്റ്റമറിന് കൊടുത്തു? 185 കൊടുത്തു. 185 കുറഞ്ഞു. അപ്പോൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞു പോയി. കുറഞ്ഞു പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യും. കുറഞ്ഞു പോയി. 185 കുറഞ്ഞു പോയി. ഇനി ബാക്കി എത്ര ഉണ്ട് എന്നാണ്, സെല്ലറിൻ്റെ അടുത്ത് എത്ര കൈറ്റ് ബാക്കി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ മാത്സ് പ്രോബ്ലം ആയിട്ട് കിട്ടിയില്ലേ? 345-ന് 185 സബ്ട്രാക്ട് ചെയ്തു. ഇപ്പോൾ മാത്സ് പ്രോബ്ലം പോലെ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്ത് കണ്ടെത്തണം. ഇതൊന്ന് സോൾവ് ചെയ്ത് ആൽമീസ് ഇതൊന്ന് സോൾവ് ചെയ്ത്. 345-ന് 185 പോയാൽ എത്ര കൈറ്റ് ബാക്കിയുണ്ട് കൈറ്റ് സെല്ലറിൻ്റെ അടുത്ത്? 5-ന് 5 പോയാൽ 0. 4-ന് 8 പോവില്ല. അപ്പോൾ തൊട്ടടുത്ത ആളടുത്ത് നിന്ന് എടുത്തു. 160. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ജയ ബൗട്ട് 500 ബലൂൺ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ജയ 500 ബലൂൺസ് വാങ്ങി. ഡിഫറെൻറ്റ് കളറുള്ള 500 ബലൂൺസ് വാങ്ങി. ഷീ ഡിസ്ട്രിബ്യൂട്ടഡ് 295 റെഡ് ബലൂൺ ആൻഡ് 142 ബ്ലൂ ബലൂൺ എമംഗ് ചിൽഡ്രൻ ഇൻ എ സ്കൂൾ. സ്കൂളിലെ കുട്ടികൾക്ക് 295 റെഡ് ബലൂണും കൊടുത്തു, 142 ബ്ലൂ ബലൂണും കൊടുത്തു. ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ് വിത്ത് ജയ? ജയൻ്റെ അടുത്ത് ഇനി എത്ര ബലൂണ് ബാക്കിയുണ്ട്? ഇതെങ്ങനെ ഒരു മാത്സ് പ്രോബ്ലം ആക്കി മാറ്റും? ആദ്യം ക്വസ്റ്റ്യനിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതാം. ജയ ഹാസ് ഹൗ മെനി ബലൂൺസ്? Number of balloon bought by Jaya. എത്ര വാങ്ങി? 500 balloons. Number of red balloons distributed. എത്ര റെഡ് ബലൂണാണ് കൊടുത്തത്? 295. നമ്പർ ഓഫ് ബലൂൺസ് ലെഫ്റ്റ്. ഫൈവ് 295 കൊടുത്തു. ഇനി എത്ര ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യും.
നമ്പർ ഓഫ് ബ്ലൂ ബലൂൺ ഡിസ്ട്രിബ്യൂട്ടഡ്. താഴത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് എത്ര ബ്ലൂ ബലൂണാണ് കൊടുത്തത്? 142. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി അടുത്തത് എന്ത് കുറയ്ക്കണം? ഇത് രണ്ടും കുറക്കണം. ആൻസർ 200ന്ന് 205ന്ന് 142 കുറയ്ക്കണം. ഹലോ 63. Number of balloon left with Jaya 63. ആണ് ആൻസർ. വർക്കിങ്സ് ഒക്കെ സൈഡിൽ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവതാർ ബൗട്ട് ടോഫീസ് ടു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് 200 ചിൽഡ്രൻ ഓൺ ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 200 ടോഫി വാങ്ങി. 200 കുട്ടികൾക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദർ വെർ ഓൺലി 187 ടോഫീസ്. പക്ഷേ 187 എണ്ണേ അതിലുണ്ടായിരുന്നുള്ളൂ. ഹൗ മെനി മോർ ടോഫീസ് ഷുഡ് ഹി ബൈ സോ ദാറ്റ് ഓൾ ചിൽഡ്രൻ ഗെറ്റ് 1 ടോഫി ഈച്ച്. ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടണമെങ്കിൽ ഇനി എത്രയും കൂടി വാങ്ങണം? 200 ചിൽഡ്രൻ അല്ല, 200 വേണമായിരുന്നു. പക്ഷേ 187 ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇനി എത്രയും കൂടി വേണം എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 200ന്ന് 187 കുറച്ചാൽ ബാക്കി എത്രയാണോ വരുന്നത് അതാണ് ഇനി വാങ്ങേണ്ടത്. അപ്പോൾ അതെങ്ങനെ ആൻസറായിട്ട് എഴുതി നോക്കാം. 3. Number of children 200. Number of toffees 187. How many more toffees should he buy? How many more toffees should he buy? 200 minus 187. 0 ഒന്നും പോവില്ല. അടുത്ത 0 ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് എടുക്കാം. 1 എടുത്താൽ ഇവിടുന്ന് 1 എടുത്താൽ ഇവിടെ 10 ആവും. ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി വീണ്ടും ഇവിടുന്ന് 1 എടുക്കുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 3, 1. 13 ടോഫീസ് കൂടി വാങ്ങിയാലാണ് 200 ആവുള്ളൂ. അപ്പോൾ 13 ആണ് ആൻസർ. Question number 4. A book has 328 pages. Tina read 142 pages. How many more pages does she have to read to complete the book? ടിന ഒരു ബുക്ക് വായിച്ചു. അതിൽ 328 പേജാണുള്ളത്. 328 പേജാണുള്ളത്. 142 പേജസ് ആണ് വായിച്ചത്. ഇനി എത്ര പേജും കൂടി വായിക്കണം അത് കംപ്ലീറ്റ് ആവാനാണ്. അപ്പോൾ എത്ര പേജും കൂടി എന്ന് കണ്ടുപിടിക്കാൻ ടോട്ടലിന് ഇപ്പോൾ വായിച്ചത് കുറച്ചാൽ ഇനി എത്രയും കൂടി വായിക്കണം എന്ന് കണ്ടുപിടിക്കാം. ആൻസർ ചെയ്ത്.
number of pages in the book. 328 പേജ് ഉണ്ട്. ഇനി എത്ര പേജാണ് ടീന വായിച്ചത്? നമ്പർ ഓഫ് പേജസ് റെഡ് ബൈ ടിന. നമ്പർ ഓഫ് പേജസ് റെഡ് എന്നെഴുതിക്കോ. $142. How many more pages have to read? Pages have to read. അതിൻ്റെ വർക്കിംഗ് സൈഡിൽ എഴുതേ. $186 പേജും കൂടി വായിക്കണം. Question number 5. A train to Guwahati carried 3,270 passengers. 645 passengers got off at various stations during the journey. Before the train reached Guwahati, how many passengers got off at Guwahati? ട്രെയിനിൽ മൊത്തം 3,270 പാസഞ്ചേഴ്സ് ആണുള്ളത്. അതിൽ 645 പാസഞ്ചേഴ്സ് പല സ്റ്റേഷനിലായിട്ട് ഇറങ്ങി. ഗുവാഹട്ടിയിലെത്തുന്നതിന് തൊട്ട് മുമ്പ് പല സ്റ്റേഷനിലായിട്ട് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ആളുണ്ടാവും? ഗുവാഹട്ടിയിൽ ഇറങ്ങാൻ എത്ര ആളുണ്ടാവും ബാക്കി? അത് കാണണമെങ്കിൽ മൊത്തം പാസഞ്ചേഴ്സിന് അതുവരെ ഇറങ്ങിയ പാസഞ്ചേഴ്സ് കുറച്ചാൽ ബാക്കി ഇനി എത്ര ഇറങ്ങാനുണ്ടെന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ. Number of passengers 3,270. Passengers got off at various stations. $345. Number of passengers got off at Guwahati. Off at Guwahati. $3,270 minus 645. 5, 2, 6, 2. 2,625 passengers. ഇതാണ് ആൻസർ.